മണിപ്പൂരിൽ നിന്നെത്തിയ ഒരു 13 വയസ്സുകാരിയാണ് ജെയിൻ സർവകലാശാല ഫ്യൂച്ചർ സമ്മിറ്റിന്റെ 3ാം ദിനത്തിൽ ശ്രദ്ധാകേന്ദ്രമായത്. പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ചും കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടാൻ ഭരണകൂടങ്ങൾ നടത്തേണ്ട അടിയന്തര ഇടപെടലുകളെക്കുറിച്ചുമുള്ള ലിസിപ്രിയ കങ്കുജത്തിന്റെ നിർദ്ദേശങ്ങൾ നിറഞ്ഞ കയ്യടിയോടെയാണ് സദസ്സ് സ്വീകരിച്ചത്. My name is Lissipriya Kanguja. I am 13 years old Indian climate activist. വയസ്സ് 13 ആയിട്ടുള്ളൂ ലിസിപ്രിയയ്ക്ക്. പക്ഷേ പരിസ്ഥിതിയെക്കുറിച്ച് പറയുമ്പോൾ ഈ 13കാരി പതിറ്റാണ്ടുകളുടെ അനുഭവ സമ്പത്തുള്ള ഒരു പരിസ്ഥിതി പ്രവർത്തകയെ പോലെ വാചാലയാകും. There will be no climate solution without climate education. In India, there are 350 million students. If 350 million students plant minimum 10 trees every year, then we would plant around 3.5 billion trees. ജന്മനാടായ മണിപ്പൂരിലും പിന്നെ രാജ്യതലസ്ഥാനമായ ദില്ലിയിലുമെല്ലാം കുട്ടിക്കാലം മുതൽ നേരിൽ കണ്ടതും അനുഭവിച്ചതുമെല്ലാമായ പരിസ്ഥിതി പ്രശ്നങ്ങളാണ് തന്നെ പരിസ്ഥിതി പ്രവർത്തകയാക്കിയതെന്ന് ലിസിപ്രിയ പറയുന്നു. കാലാവസ്ഥാ വ്യതിയാനം മുന്നിൽ കണ്ടുള്ള നിയമനിർമ്മാണം, രാജ്യത്തെ പാഠ്യപദ്ധതിയിൽ പരിസ്ഥിതിയും കാലാവസ്ഥാ വ്യതിയാനവും പഠന വിഷയമാക്കേണ്ടതിന്റെ പ്രാധാന്യം, അങ്ങനെ ഹരിതഭൂമിക്കായി നിർദ്ദേശങ്ങൾ ഒരുപാട് മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഈ മണിപ്പൂരുകാരി. ഇനിയെങ്കിലും പരിസ്ഥിതി സംരക്ഷണത്തിന് പ്രാധാന്യം നൽകിയില്ലെങ്കിൽ ഇരകളാവുക അടുത്ത തലമുറയാകുമെന്നും ഓർമ്മപ്പെടുത്തൽ. My generation is already the victims of today's global climate crisis. And I don't want my future generations to face the same consequences again because of the inaction and empty false promises. But now what done is done. I always say that age doesn't matter to make a difference. പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടിയുള്ള ഇടപെടലുകളിലൂടെ 6ാം വയസ്സ് മുതൽ ലോക ശ്രദ്ധ നേടിയ വിദ്യാർത്ഥിനിയാണ് ലിസിപ്രിയ. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.